സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും ഏത് വിഷയത്തിൽ ഈ ചാനൽ തുടങ്ങണം എന്ന് ധാരണയില്ലാത്തത് മൂലം തുടങ്ങാൻ പറ്റാത്ത ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവരുടെ പരിഗണനയ്ക്കായിട്ട് ഒരു 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആയിരക്കണക്കിന് വ്യൂവേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സിനിമാ നിരൂപണം. മമ്മൂട്ടിയോ മോഹൻലാലോ ഏതോ സൂപ്പർ സ്റ്റാറുമായിട്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ നല്ല ഹൈപ്പിൽ വരുന്ന ഒരു സിനിമ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ വന്ന റിവ്യൂസിനൊക്കെ ആയിരക്കണക്കിനാകുന്ന ഹിറ്റുകളാണ് ഉണ്ടാകുന്നത്. നല്ലൊരു റിവ്യൂ ഒരു സിനിമയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തിറക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഗംഭീര വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ നമ്പർ 1 ചോയ്സ് എന്ന് പറയുന്നത് സിനിമ റിവ്യൂ. നല്ല രുചികരമായ ഭക്ഷണം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എത്ര ദൂരം യാത്ര ചെയ്യുന്നതിനും എത്ര പൈസ മുടക്കുന്നതിനും സാധാരണ നമുക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ രുചി ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെ രുചിയെക്കുറിച്ച്, രുചിക്കൂട്ടുകളെക്കുറിച്ച് ചെയ്യുന്ന പാചക വീഡിയോകളുണ്ട്. അവയ്ക്ക് നല്ല വിലയ്ക്കുള്ള വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ട്. നല്ല പാചകക്കുറിപ്പായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, പാചക വീഡിയോകൾ തയ്യാറാകുന്ന ഒരു രീതി വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. വിജയകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ നാട്ടിൽ നിരവധിയാകുന്ന ന്യൂസ് ചാനലുകളും പത്രമാധ്യമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസുകൾക്ക് യൂട്യൂബിൽ ഭയങ്കരമായ ഡിമാൻഡാണ്. അത്തരം ന്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ന്യൂസ് ചാനൽ ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം. നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂസ് ചാനലാണ്. എങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന തരം വീഡിയോസ് ഉണ്ട്. ഹൗ ടു വീഡിയോസ് എന്നാണ് ഇതിന് പൊതുവിൽ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോണിൽ നിന്ന് അതിനകത്ത് സിം എങ്ങനെ ഊരിയെടുക്കാം, അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കവർ എങ്ങനെ അഴിച്ചെടുക്കാം, ഇത്തരം ചെറിയ ചെറിയ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോസ് ധാരാളമാണ്. ഇതിനെല്ലാം നല്ല വ്യൂവേഴ്സുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ചെറിയ ചെറിയ വീഡിയോസിന് ഭയങ്കരമായ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എൻ്റെ 4ാമത്തെ പ്രിഫറൻസ് ഹൗ ടു വീഡിയോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിട്ട് ഈ സമീപകാലത്ത് മാറിയിട്ടുണ്ട്. നേരത്തേതൊക്കെ നമ്മൾ പറയും സ്ത്രീകളാണ് ശരീര സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുക്കളായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ ആകെ മാറിയിട്ടുണ്ട്. സ്ത്രീകളോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, പുരുഷന്മാർ കൂടി ശരീര സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുക്കളായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു നിഷയിൽ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ അത് വളരെ സക്സസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ വീഡിയോയിൽ 5ാമതായി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചാനൽ വിഷയമാണ് ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ്. ഒരു യൂട്യൂബ് ചാനൽ ഏത് വിഷയത്തിൽ തുടങ്ങണമെന്ന് സംശയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള 5 ടിപ്പുകളാണ് ഈ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വിജയകരമാക്കുന്നതിന് സഹായകമാകുന്ന കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.